ഇതിനോടകം പുറത്തു വന്ന ഈ വ്യവഹാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ബി.ജെ.പിക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സംഭാവനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 57% മുകളിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ. കൂടാതെ സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കുമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരാണോ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകുന്നത് അത് നിരീക്ഷിക്കാൻ കഴിയും, അങ്ങനെ പണം നൽകുന്നവരെ നിയന്ത്രിക്കാൻ കഴിയും. ഈ കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതെല്ലാം കോടതിയുടെ സമക്ഷം വന്നതാണോ? വേണു, എല്ലാ കാര്യങ്ങളും ഈ വാദം പറയുന്ന ഘട്ടങ്ങളിൽ വന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള കോടതിയുടെ നിരീക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കോടതി ഇപ്പോൾ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നടന്ന ചർച്ച, ആ ചർച്ചയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. അതിന് തുടർച്ചയായിട്ട് സ്വീകരിച്ച അഥവാ നടന്ന ബെഞ്ചിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ച, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. അതിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഘടകം എന്നുള്ളത് വിവരം എന്ന അവകാശത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ന്യായം ചമച്ചുകൊണ്ട് ജനങ്ങളുടെ അറിയാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം അതിനെ തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ കേസിൽ മാത്രമല്ല, ഇനിയുള്ള മറ്റ് നടപടിക്രമങ്ങളുടെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടും മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്ന ആക്ഷേപങ്ങളുടെ കാര്യത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സ്വാധീന ശക്തി ഉണ്ടാകുന്ന ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കള്ളപ്പണം തടയാൻ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേരിൽ മാത്രം കാര്യങ്ങളെല്ലാം ഒതുക്കി വയ്ക്കാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറയുന്നു. പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനകൾ അറിയാനായി ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് എല്ലാം കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള അവകാശം അംഗീകരിക്കാൻ സാധിക്കില്ല, ഇത് രഹസ്യമായി വെക്കേണ്ടതാണ് എന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ അതിനൊരു തിരിച്ചടിയാണ് ഇതുവരെ കോടതി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഉള്ളത്. ഹർജിക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ, അതായത് ഈ സ്വകാര്യത പറയുന്ന കാര്യം, സുപ്രീം കോടതി ഈ കേന്ദ്ര സർക്കാർ നിലപാട് അത് പ്രാധാന്യമില്ലാത്തതാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി. രാധാകൃഷ്ണൻ, പുതിയ വിവരങ്ങൾ എടുക്കുക, ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുന്നു എന്ന തരത്തിലുള്ള വിധിന്യായം വരുന്നുവെന്ന് കേൾക്കുന്നു. എന്തായാലും പുതിയ വിവരങ്ങൾ വേഗം എടുക്കുക. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിൽ വരുന്ന വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വിരുദ്ധമാണ്, ഇലക്ട്രൽ ബോണ്ട് അസാധുവാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് 5 അംഗ ഭരണഘടനാ ബെഞ്ച്. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. വിവരാവകാശ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇലക്ട്രൽ ബോണ്ട്. കാര്യങ്ങൾ അറിയുവാനുള്ള വോട്ടറിന്റെയും പൗരന്റെയും അവകാശത്തെ അത് ഹനിക്കുന്നു. വ്യത്യസ്തമായ ബുദ്ധിമുട്ടുകൾ ഈ സമ്പ്രദായം കൊണ്ടുണ്ടാകുന്നു. കള്ളപ്പണം ഒഴിവാക്കാനുള്ള മാർഗം എന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത് അവതരിപ്പിച്ചത്. എന്നാൽ കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏകജാലക സംവിധാനം എന്നതിനെ പറയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. കള്ളപ്പണത്തിന്റെ പേരിൽ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. സുതാര്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് എന്നതിൽ സുപ്രീം കോടതി ഉറച്ചു നിൽക്കുന്നു. എന്നു മാത്രവുമല്ല, സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ വിധിന്യായത്തിൽ പറയുന്നു. ഇതെല്ലാം ശക്തമായി പ്രതിപക്ഷ കക്ഷികളും ഹർജിക്കാരുമെല്ലാം ഉന്നയിച്ചതാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ സിംഹഭാഗവും സംഭാവനകളായി വരുന്നത് BJPക്കാണ് എന്നു മാത്രവുമല്ല, ഭരിക്കുന്ന പാർട്ടിക്കും സർക്കാരിനും ഒന്നും അതിൻ്റെ വിശദാംശങ്ങൾ ആരെയും ധരിപ്പിക്കേണ്ടതില്ല എന്ന ആനുകൂല്യം കിട്ടുന്നു. അതേസമയം ഇലക്ട്രൽ ബോണ്ട് വഴി പ്രതിപക്ഷ കക്ഷികൾക്ക് നാമമാത്രമായി കിട്ടുന്ന സംഭാവനകൾ, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് അറിയാൻ കഴിയുന്നു. അങ്ങനെ സംഭാവന നൽകുന്നവരെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇതെല്ലാം ഭരണകൂട ഇടപെടലാണ്, ദുരുപയോഗമാണ്, അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. ഈ കാര്യങ്ങളെല്ലാം കോടതി സമക്ഷം വാദം നടക്കുന്ന ഘട്ടത്തിൽ വന്നതാണ്. 2023 നവംബർ 2 കേസ് പരിഗണിച്ച് 3 ദിവസത്തോളം വാദം കേട്ട ശേഷം അത് വിധി പറയാനായി മാറ്റിവെച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ് വരുന്നത്. ഇലക്ട്രൽ ബോണ്ട് അസാധുവാണ്. മോദി സർക്കാരിന് കനത്ത തിരിച്ചടി. രാധാകൃഷ്ണൻ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് വിവരങ്ങൾ? ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും ലഭ്യമാണ്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നിർണായകമായ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് അസാധുവാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ഉന്നത നീതിപീഠം, അതിന്റെ ഭരണഘടനാ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന്. പൗരന്റെ വിവരാവകാശത്തെ ലംഘിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അസന്നിഗ്ധമായി സുപ്രീം കോടതി. രാധാകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നു. രാധാകൃഷ്ണൻ, പുതിയ വിവരങ്ങൾ.
രണ്ട് അഭിപ്രായങ്ങളാണ് വേണു ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അഭിപ്രായങ്ങൾ രണ്ടാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ തീരുമാനം ഒറ്റക്കെട്ടാണ് എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം പൗരന്റെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ്, അഥവാ കള്ളപ്പണം തടയാൻ എന്ന ഒരു ലക്ഷ്യത്തിന് ഇതുകൊണ്ട് സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അതിലൊരു സുതാര്യത വേണം. വിവരങ്ങൾ അറിയാനായിട്ട്, ഫണ്ടിന്റെ വിവരങ്ങളെ സംബന്ധിച്ച് അറിയാനായിട്ടുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ആ അവകാശം സംരക്ഷിച്ച് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അത് നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അനോണിമിറ്റി എന്ന വാക്കാണ് സുപ്രീം കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. അനോണിമിറ്റി ഓഫ് കോൺട്രിബ്യൂട്ടർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ, ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിൽ നടന്നു വരുന്ന രീതി അത് ഉചിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഉള്ളതല്ല എന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് അറിയാനായിട്ടുള്ള അവകാശം നിഷേധിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള രൂപഘടനയ്ക്ക് ഉള്ളിൽ ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടിങ്ങും സുതാര്യമാകുന്നു എന്ന് കരുതാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ന്യായമായിട്ടുള്ള ചിന്ത ഉയരുമ്പോൾ ഈ സംവിധാനം അത് ഫലപ്രാപ്തിയിലെത്തുന്ന ഒന്നല്ല എന്ന നിഗമനമാണ് കോടതിക്കുള്ളത് എന്നാണ് ഇപ്പോൾ ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ വിധി പറയുന്ന ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായങ്ങൾക്ക് മേൽ നിഗമനം അത് ഐകകണ്ഠേനയുള്ളതാണ് എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി ക്രമങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അത് നിലനിൽക്കുന്നതല്ല എന്ന വിധത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാധാകൃഷ്ണൻ, ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കാൻ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ഈ വിധിന്യായത്തിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശവും നൽകുന്നു. അപ്പോൾ തുടർ നടപടികളെല്ലാം വ്യക്തമാണ്. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുമ്പോഴാണ് ഈ വിധി എന്നതും പ്രധാനമല്ലേ? വേണു, ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അതിനെ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഹർജിക്കാർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതായിരുന്നു. ഇനി ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന് ഏത് വിധത്തിൽ, അഥവാ ഈ ഫണ്ടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിധിയുടെ പൂർണ്ണ രൂപത്തിലേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് സംവിധാനം അത് നിലനിൽക്കുന്നതല്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ബോണ്ട് പുറപ്പെടുവിച്ച് വന്നിരുന്നത്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് രൂപീകരിച്ചത് 2018 ഈ നിയമ രൂപീകരിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ 2018 ചർച്ചകളൊന്നും കൂടാതെയാണ് ഒരു ദിവസം ഈ ബില്ല് പാസ്സാകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ, അത് കോൺട്രാക്ട് ആക്ട് ആണെങ്കിലും റിസർവ് ബാങ്കിന്റെ പരിധിയിലുള്ള വിവിധ നിയമങ്ങളാണെങ്കിലും ഒക്കെ ലംഘിക്കുന്ന വിധത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലനിൽക്കുന്നത്. അത് അംഗീകരിക്കാനാകില്ല എന്ന ഒരു നിലപാട് കൂടി സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയല്ലേ രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടുമാണ് വേണു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നഖശിഖാന്തം ഈ ഹർജിയെ എതിർത്തിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉയർത്തുന്ന ഈ വാദങ്ങൾക്ക് പിന്നിൽ ചില ശക്തികളുണ്ട്, താല്പര്യങ്ങളുണ്ട് എന്ന് പോലും പറഞ്ഞു വെച്ചിരുന്നു. അത് ബോധിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ തുടരുക. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി പ്രസ്താവം വന്നിരിക്കുന്നു. അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വിധി ഈ രീതിയിൽ തന്നെ വരാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അനുമാനം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരേ സമയത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം സംശുദ്ധമാക്കണമെന്ന് പറയുക, സുതാര്യമാക്കണമെന്ന് പറയുക, അതേസമയം വ്യവസായികളുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും പണം രഹസ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുക, ആര് കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു, അതിന് ഉറവിടം എന്താണ്, യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുക്കുന്നത്, ഇതൊന്നും പുറത്തു വരാതിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മലീമസമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. മാത്രമല്ല, അധികാരവും ഇലക്ട്രൽ ബോണ്ടിൽ കുന്നുകൂടുന്ന പണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ ഒറ്റ വർഷം തന്നെ BJPക്ക് 23% വർധനമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ പണത്തിനുണ്ടായത്. ആരാണോ അധികാരത്തിലിരിക്കുന്നത് അവരെ തുണയ്ക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പണം കൊടുക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്തെ സംശുദ്ധമാക്കാനോ സുതാര്യമാക്കാനോ സഹായിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് സുപ്രീം കോടതി എത്തിയതിൽ ഒരു അത്ഭുതം ഞാൻ കാണുന്നില്ല.
എന്തായാലും പല വിധികളും നമുക്ക് ഗുണപരമായിട്ടുള്ള ഒരു സ്വാധീനമല്ല ചെലുത്തുന്നുള്ള പരാതിക്കിടയിൽ ഇതൊരു എന്താ പറയാ ഒരു വെള്ളിരേഖയായിട്ട് ഞാൻ കാണുകയാണ്. സർ ജോൺ ബ്രിട്ടാസ്, ഇതിൽ സുപ്രധാനമായൊരു നിരീക്ഷണം ഈ വിധിന്യായത്തിലുണ്ട്. സംഭാവന നൽകുന്നവർക്ക് പാർട്ടികളിൽ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് കോടതി പറയുന്നു. സ്വാഭാവികമായും വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് സർക്കാരിന്റെ നയരൂപീകരണത്തിലടക്കം ഇത്തരം ബാഹ്യശക്തികൾക്ക് ഇടപെടാനുള്ള വാതിൽ കൂടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് സുപ്രീം കോടതി പറയുന്നു എന്നല്ലേ? ആ ഒരു ഘടകത്തിനപ്പുറത്ത്, അതായത് ഈ പണം കൊടുക്കുന്ന ആൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ജനാധിപത്യ പ്രക്രിയയിൽ വേണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൈനിങ് ലൈസൻസ് കൊടുക്കുന്നു, ഖനനവുമായി ബന്ധപ്പെട്ട ഒരു നിയമം മാറിയിട്ട് കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിന്റെ നിയമം മാറ്റുന്നു. ഇപ്പോൾ ഈ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫോറസ്റ്റ് നിയമങ്ങളിൽ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തി. അങ്ങനെ പല മേഖലകളിലും കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ പണത്തിന്റെ സ്വാധീനമുണ്ടോ എന്ന് ജനത്തിന് മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇതുപോലുള്ള ഫണ്ടുകൾ സുതാര്യമായിട്ടായിരിക്കണം വ്യവഹാരം ചെയ്യപ്പെടേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഭരണത്തിൽ ആരാണോ ഉള്ളത് അവർക്ക് കൂടുതൽ ഇലക്ട്രൽ ഫണ്ട് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഭരണത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യവസായികൾ പണം കൂടുതൽ കൊടുക്കുന്നു, അല്ലെ ഭരണം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നവർ പണം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രാജ്യത്തിന്റെ നയവും നിയമനിർമ്മാണവും ഒക്കെ സ്വാഭാവികമായിട്ടും പണത്തെ ആശ്രയിച്ചാകുന്നു എന്നുള്ളൊരു ഘടകത്തിലേക്ക് വരുന്നു. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും സുതാര്യത കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇത് മാത്രം ഒപ്പേക്കായിട്ട്, ഇത് മാത്രം ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ വെക്കുന്നതിന്റെ എന്ത് യുക്തിയാണുള്ളത്? ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കാരം നടത്തുന്നതിന് പകരം ഇതുപോലുള്ള സുതാര്യതയില്ലാത്ത ഘടകങ്ങളെ വീണ്ടും വീണ്ടും BJP കൂട്ടിച്ചേർക്കുന്നതിന്റെ അനന്തരഫലമായിട്ട് വേണം ഇലക്ട്രൽ ബോണ്ടിനെ കാണാൻ വേണ്ടി. ഒരു കാര്യം കൂടി ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവോടെ ഇനിയിപ്പോൾ വലിയ രൂപത്തിൽ പണമൊഴുകേണ്ട ഒരു ഘട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ, അത് BJPയെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ അതിനകത്ത് ഒരുപക്ഷെ BJPക്ക് ഇതൊരു വലിയ തിരിച്ചടിയാകില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞ പല സന്നദ്ധ സംഘടനകളെയും കണക്ക് പ്രകാരം 62,000 കോടി 70,000 കോടി രൂപയ്ക്ക് ചെലവഴിക്കപ്പെട്ടു. അതേസമയം ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP സ്വരൂപിച്ചത് 1,500 കോടിയോ 2,000 കോടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കണക്കില്ലാത്ത പണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് BJP ഒഴുക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് അവർ ചെലവഴിക്കാൻ പോകുന്ന തുകയുടെ ഒരു 5%, 6%, 3% മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ശേഖരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി BJPയുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളെ ദോഷകരമായി ബാധിക്കുമെന്നോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പ്രതികൂലമാക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദി ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചതിന്. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, പുതിയ വിവരങ്ങൾ. വേണു, ഈ സംവിധാനം തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വാദങ്ങൾ അത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് അനുസരിച്ച് വളരെ ശക്തമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ വേണം. ഈ കേസ് പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങളെ, സാധാരണ ജനങ്ങളുടെ അറിയാനായിട്ടുള്ള അവകാശത്തെ മുതൽ നടപടിക്രമങ്ങളെ അടക്കം സംശയത്തിന്റെ പരിധിയിൽ കൊണ്ട് വരുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ഈ സ്വകാര്യത സംരക്ഷിക്കണം എന്നുള്ള ഒരു വാദമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന ഈ കേസിൽ ഈ വിഷയത്തിൽ നടത്തുമ്പോൾ കള്ളപ്പണം തടയാനെന്നതിന്റെ പേരിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ഒരു ഘട്ടത്തിലും അനുവദിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പാർട്ടികളിൽ ചില വ്യക്തികൾക്ക് അമിത സ്വാധീനം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അറിയാനായിട്ടുള്ള അവകാശം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരത്തിലുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. വേണു, ഇതിൽ രണ്ടാമത്തെ ഒരു ഘടകമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമോ, അഥവാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഏതു വിധത്തിൽ
നടപടികൾ വേണം എന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. അതും ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ആ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന ഈ വിധി ചില സൂചനകൾ കൂടി നൽകുന്നതാണ്. വിവരം മറച്ചുവെക്കാനായിട്ടുള്ള അവകാശം അത് ഈ സംവിധാനത്തിന് കീഴിൽ ഇല്ല. പണം പൊതുജനത്തിൻ്റെതാണ് എന്ന വിധത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് കൈപ്പറ്റുമ്പോൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയകളുടെ ഭാഗമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ സുതാര്യത ജനങ്ങൾക്ക് അറിഞ്ഞേ മതിയാകൂ. അത് ശരി, രാധാകൃഷ്ണൻ തുടരുക. മാത്രമല്ല കൂടുതൽ വിവരങ്ങളും എടുക്കുക. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ടെലിഫോൺ ലൈനിലുണ്ട് വിധിയോട് പ്രതികരിക്കാൻ. മാത്യു, ഈ കോടതി വിധിയോടുള്ള ആദ്യത്തെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഈ വിധിയുടെ മുഴുവൻ വിശദാംശങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ടിംഗ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിശദമായൊരു പ്രതികരണം സാധ്യമല്ല. പക്ഷേ എന്തു വന്നാലും ജനാധിപത്യത്തിലെ സുതാര്യത, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഏറ്റവും സുപ്രധാനമാണ്. ആ ട്രാൻസ്പെറൻസിയുടെ പ്രാധാന്യത്തെ ഉയർത്തുന്നതും ജനാധിപത്യത്തെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതും സംശുദ്ധമാക്കുന്നതുമാണ് വിധി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഘട്ടത്തിൽ. ഇതിലിപ്പോൾ പ്രതിപക്ഷത്തിന് അവരുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. BJPക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അത് തെരഞ്ഞെടുപ്പ് ജനവിധികളെ എങ്ങനെ അട്ടിമറിക്കാൻ അവർ ഉപയോഗിക്കുന്നു പല രൂപത്തിൽ. ഇതെല്ലാം ഒരർത്ഥത്തിൽ ഈ വിധിന്യായം സാധൂകരിക്കുന്നതല്ലേ മാത്യു കുഴൽനാടൻ? തീർച്ചയായിട്ടും. അതായത് BJP കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വൻകിട മുതലാളിമാർക്ക് അവർക്ക് രാഷ്ട്രീയ ഒത്താശ അല്ലെങ്കിൽ ഭരണപരമായ ഒത്താശ ചെയ്തുകൊണ്ട് അവരിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം, അതിനുള്ള സമ്പത്ത് അവരിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും അതുവഴി അവർക്ക് തന്നെ തിരിച്ച് സേവനം നൽകുകയും ചെയ്യുന്ന ഒരു ക്വിഡ് പ്രോ ക്യൂ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സമാഹരിച്ചിട്ടുള്ള അതിഭീകരമായ തുക ഇതാര് നൽകിയെന്നറിയുമ്പോൾ ആർക്കൊക്കെയാണ് ഇവര് ഫേവർ ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാകും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സേവനവും കിട്ടാതെ ആരും പണം നൽകുന്നില്ല. നൽകിയിട്ടുള്ള പണങ്ങൾക്കെല്ലാം സേവനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിലിരിക്കുന്നവരും നൽകിയിട്ടുണ്ട്. അത് വെളിവാകുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും വിധി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി മാത്യു കുഴൽനാടൻ പ്രതികരിച്ചതിന്.